വയനാട്ടിലേക്ക് പോകുന്നു. വയനാട് പനമരം മേച്ചേരിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകളെ തുരത്തി തൊട്ടടുത്ത വനപ്രദേശത്തേക്കാണ് ആനകളെ തുരത്തിയത്. ഇന്ന് പുലർച്ചെയോടെയാണ് 2 ആനകൾ എത്തിയത്. ഫൈസൽ നെടുമ്പാല വിശദാംശങ്ങൾ നൽകും. ഫൈസൽ, എന്തായാലും ആനകളെ വനത്തിലേക്ക് തുരത്താൻ കഴിഞ്ഞു എന്നുള്ളത് എത്ര വലിയ ആശ്വാസമായ സംഗതിയാണ്. വീണ്ടും ഇറങ്ങാനുള്ള സാധ്യതയുണ്ടോ? എന്താണ് നാട്ടുകാരും പ്രദേശവാസികളും ഒക്കെ പറയുന്നത്? സേഫു, ഏറ്റവും പ്രധാനമായി സൂചിപ്പിച്ചതുപോലെ തന്നെ ആന തിരിച്ചു വരാനുള്ള ഒരു സാധ്യത തന്നെയാണ്. വനംവകുപ്പും ഈ ഒരു സാധ്യതയെ തള്ളിക്കളയുന്നില്ല. ഏത് നിമിഷവും ആന തിരിച്ച് വീണ്ടും ജനവാസ മേഖലയിലേക്ക് എത്താനുള്ള ഒരു സാധ്യത തന്നെയാണ് കാണുന്നത്. കാരണം ഇതിനു മുമ്പ് പല തവണ പനമരം, മേച്ചേരി, നെല്ലൂർ ഉൾപ്പെടെയുള്ള ദാസനക്കര ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ കാട്ടാനകൾ കൂട്ടത്തോടെ നാട്ടിലേക്ക് എത്തുകയും അത് തിരിച്ച് കാട്ടിലേക്ക് പറഞ്ഞയക്കുകയും വീണ്ടും അത് ജനവാസ മേഖലയിലേക്ക് എത്തുന്ന സാഹചര്യമൊക്കെ മുമ്പ് പലതവണ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പുലർച്ചയോട് കൂടിയാണ് ഈ മേച്ചേരി ഭാഗത്ത് കാട്ടാനകൾ എത്തിയത്. 2 ആനകളായിരുന്നു പ്രദേശത്ത് ഏറെ നേരം ഭീതി പരത്തിയത്. ഏകദേശം 11 മണിയോടുകൂടി ആനയെ തിരിച്ച് കാട്ടിലേക്ക് തുരത്താൻ വനംവകുപ്പിന് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഭാഗത്ത് ജാഗ്രത നിർദ്ദേശം ഇപ്പോഴും തുടരുകയാണ്. ജനങ്ങളോടൊക്കെ തന്നെ വനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലേക്കൊന്ന് യാത്ര ചെയ്തടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ആന വീണ്ടും ജനവാസ മേഖലയിലേക്ക് എത്തുമോ എന്നുള്ള ആശങ്ക ജനങ്ങൾക്കും അതുപോലെ തന്നെ വനംവകുപ്പിനൊക്കെ തന്നെ ഉണ്ട്. പ്രദേശത്ത് ഇപ്പോഴും വനംവകുപ്പിന്റെയും RRT സംഘങ്ങളുടെയും ഒക്കെ തന്നെ നിരീക്ഷണം തുടരുകയാണ്. ഇന്ന് പുലർച്ചെ ഇറങ്ങിയ ആന ഈ പ്രദേശത്ത് കൃഷിനാശമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നാശനഷ്ടങ്ങളൊന്നും വരാത്തതാണ് ആശ്വാസകരമായ കാര്യം. ആളുകൾക്ക് ഭീഷണിയാവുന്ന തരത്തിലേക്കൊന്നും ആനകൾ കടന്നിട്ടില്ല എന്നുള്ള ജനവാസ മേഖലയുടെ സഞ്ചരിച്ചു എന്നതിൽ അപ്പുറത്തേക്ക് മറ്റുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഈ ആനകൾ വരുത്തിയിട്ടില്ല. എന്തായാലും കാട് കടത്താൻ കഴിഞ്ഞത് ആശ്വാസകരമായ കാര്യമാണ്. വനംവകുപ്പിന്റെയും RRT സംഘത്തിന്റെയും നിരീക്ഷണം ഇപ്പോഴും തുടരുകയാണ്.